വെൽക്കം ബാക്ക് ടു മാട്രിയ ഹോസ്പിറ്റൽ. വെൽക്കം ടു ഹസ്ന ബ്യൂട്ടി വ്ളോഗ്സ്. ഒരു എപ്പിസോഡും കൂടെ ഞങ്ങൾ വന്നിട്ടുണ്ട് ലൈവായിട്ട്. ഓക്കെ, ഞങ്ങളിപ്പോൾ ഉള്ളത് മാട്രിയ ഹോസ്പിറ്റൽ കാലിക്കറ്റ്. മാട്രിയ ഹോസ്പിറ്റൽ കാലിക്കറ്റിലാണ്. ഞങ്ങൾ മൂന്നാമത്തെ ബേബി ടുമോറോ, നാളെ CS ആണ് മൂന്നാമത്തെ ബേബി എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഓൾ ദ ബെസ്റ്റ് ടു ഹസ്ന. യെസ്, ഞങ്ങൾ എത്തിയിട്ടുണ്ട് അഡ്മിഷന് വേണ്ടിയിട്ട്. ഇതാണ് ഞങ്ങളുടെ ബേബി ഇവിടെ ഉണ്ട്. ബേബി ഇവിടെ ഉണ്ട്. പിന്നെ ലഗേജൊക്കെ എത്തി. അപ്പം സോ ഫിംഗേഴ്സ് ക്രോസ്ഡ്, നാളെ ഏത് ബേബിയാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് പ്ലാൻ ഔട്ട്. ഫുള്ള് ബ്ലൂ ബോൾസ് ആണ്. അതാ Baby, Ria, Ria baby. Liana എവിടെ? ലിയൽ ദീദി എവിടെ? ലിയ ദീദി. അതെ ബേബി, അതെ ബേബി. ഒക്കെ ബേബി. ബേബി കരയുന്നേ. എങ്ങനെ ബേബി കരയുന്നേ? എങ്ങനെ കരയുന്നേ? എങ്ങനെ കരയുന്നു ബേബി? അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഫസ്റ്റ് NSG ടെസ്റ്റിന് പോകുന്നുണ്ട്. ഓക്കെ, ഗുഡ്. അവിടെ റിസപ്ഷൻ ഏരിയ നല്ല വൈബ്രൻ്റ് ആണ്, നല്ല ക്ലീൻ ആണ്, നീറ്റാണ്.
സമാധാനമായി ഇവിടെ എത്തിയപ്പോൾ. ലേബർ റൂമിൽ പോയി NST BP വൈറ്റൽസ് ഒക്കെ നോക്കി. നോർമൽ. നാളെ 9:30 ടൈം മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ ടെൻഷനൊക്കെ മാറി, സമാധാനം. ടെൻഷൻ ഫസ്റ്റ് എല്ലാം ബ്ലൂ ആണ്. പക്ഷെ നമ്മൾക്ക് എങ്ങനെ ലാസ്റ്റ് ആണ്. പാർക്കിൽ പോയി. എന്നോട് ഇവിടെ വീഡിയോ ഒക്കെ എടുക്കണം. പതിക്കണേ അത് വീഴും ബേബി. പതിക്കനെ കയറി പോയിക്കാം. മറിഞ്ഞ് പിടിച്ച് കയറിക്കാം. പിടിച്ചോ സൈഡ് പിടിച്ചോ വാ. ബാ അത്തത്തിൻ്റെ അടുത്ത് പോവാം. ബേബിക്ക് അത്തത്തിനെ കാണണം. ബാ 1 2 ബാ അത്തത്തിൻ്റെ അടുത്ത് കേട്ടോ ബേബി. ബേബി അങ്ങോട്ട് പോണ്ട. ബാ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് കൈ നോക്ക്. ഡാഡ കൈ ക്ലാപ്പതാ. ഫിഷിന്റെ പോലെ കയറി സ്ലോ പതിക്കണേ. റോഡേക്ക് കയറിക്കോ. ബാ കം ഇതിലൂടെ കയറിക്കോ. ബേബി കയറിക്കോ. സ്ലോ പതിക്കണേ. ലിയാന സ്ലോ. തട്ടിയാ അമ്മ അടിച്ചാലോ സാറേ കേട്ടാ. ബേബി പതിക്കണേ. സെറ്റ് 1 2 3. അങ്ങനെ പറ്റത്തില്ല. അപ്പുറത്തന്നെ വാ ബേബി. ഹലോ ഷന ബേബി എത്ര പേർക്ക് കൊണ്ടുവരും ചോദിക്കും. ഹലോ എത്ര മണിക്ക് ബേബിയെ കൊണ്ടുവരും? ഷന ബേബിക്ക് എത്ര മണിക്ക് ബേബിയെ കൊണ്ടുവരും? എത്ര മണിക്ക് ഷന ബേബിയെ കൊണ്ടുവരും? Excited, so come close to me. So we are all excited. ഷന ബേബി നാളെ വരുന്നുണ്ട്. അപ്പൊ ഷന ബേബി നാളെ വരുന്നുണ്ട്.
അപ്പൊ എത്ര മണിക്ക് വരുമെന്നാണ് ഇവരെല്ലാരും വിളിച്ച് ചോദിക്കുന്നത്. ഓക്കെ, ഒരു 10 മണിക്കൊക്കെ നമുക്ക് ഷനായ ബേബിയെ കാണാൻ പറ്റും. ഓക്കെ, ഷനായ 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 ബേബി കഴിക്കലെടുത്തോ? മതിലേ പറഞ്ഞിട്ടാ മതിട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു ഹസ്ന ബ്യൂട്ടി വ്ലോഗ്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞാൽ ഇന്നാണ് ഡേറ്റ് മാർച്ച് 22, 2023. ഓക്കെ, ബുധനാഴ്ച. ഇപ്പോൾ 5:30 ആയി മോർണിംഗ്. ഇപ്പോൾ എനിമയൊക്കെ തന്ന് സിസ്റ്റർ പോയി BP നോക്കി, വൈറ്റമിൻസൊക്കെ നോക്കി, ബേബിയുടെ അനക്കൊക്കെ നോക്കിയിട്ട് പോയി. ബാൻഡൊക്കെ കെട്ടിയിട്ടുണ്ട്. ഗോപിക, ഏജ്, എല്ലാ കാര്യങ്ങളുള്ള ബാൻഡ്. ഇനിയിപ്പോൾ അവിടെ ഒരു സൊല്യൂഷൻ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഷവർ ചെയ്തതിന് ശേഷം ഡ്രസ്സ് മാറ്റിയിട്ട് മറ്റേ കോട്ട് തന്നിട്ടുണ്ട്. ആ ഒരു ബ്ലൂ ഉണ്ടല്ലോ അത്. അപ്പോൾ എന്താ, ഡോണർ ഹസ്ബൻഡാണ്. ബ്ലഡിൻ്റെ ക്രോസ് മാച്ചിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ് താഴെ പോയതാണ്. അപ്പോൾ അവർ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഫോണെല്ലാം ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചാണ്. ആക്ച്വലി ഇന്നലെ ദുബായിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഉറങ്ങാനൊന്നും പറ്റില്ല. കുട്ടികൾ കണ്ട ഉറങ്ങാനും അയക്കൂല. അപ്പോൾ താഴെ പോയതാണ്. എനിക്കവിടെ കാറിലായിരിക്കും ഉറങ്ങുന്നത്. ഇവിടെ കിടക്കാൻ പറഞ്ഞിട്ട് കിടന്നില്ല. ഇവിടെ 2 ബെഡ് ഉണ്ട് എക്സ്ട്രാ. എന്നിട്ട് നിന്നില്ല. ഞാൻ കുറേ പറഞ്ഞു ഉറങ്ങാൻ പറ്റില്ല, നാളെ മോർണിംഗിൽ നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും താഴോട്ട് പോയത്. അപ്പം ഇനി അമ്മ അനിയത്തി വിളിക്കാൻ പോയിട്ടുണ്ട്. അവർ 10 ഡേയ്സ് ദുബായി പോയായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ പോയില്ല, ലാസ്റ്റായില്ലേ. അങ്ങനെ പോയോണ്ട് മിനിഞ്ഞാന്ന് രാത്രി 2:30 ഫ്ലൈറ്റ്. എയർപോർട്ടിലേക്ക് 10 മണിക്കറി. നമ്മളെവിടുത്തെ സമയമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ രാത്രി ഇറങ്ങിയോണ്ടൊക്കെ ഉറക്കമൊക്കെ ഇതായിക്കണേ. അതിൻ്റെ തലേ ദിവസം ഷോപ്പിങ്ങൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ നല്ല ഉറങ്ങിയിട്ട് വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഫോണെല്ലാം ഇവിടെ വെച്ചു. അപ്പം എനിക്ക് തോന്നുന്നു നല്ല ഉറങ്ങി കാണും. പിന്നെ പിള്ളേരൊക്കെ നല്ല കുറേ നേരം കളിച്ച് പെട്ടെന്ന് കിടന്നാണ്. ഒരാൾ താഴെയാണ്. അവൾ ബെഡ് താഴോട്ട് വീഴും. അതുകൊണ്ട് താഴെ കിടത്തേക്കുക. ഇനി ഗോൾഡെല്ലാം അയച്ചു വെച്ചിട്ട് കുളിച്ച് ഫ്രഷ് ആവണം. പിന്നെന്താ, കുറേ കാലമായി വീഡിയോസൊക്കെ എടുത്തിട്ട്. ഒന്നാമത് കുറേ തിരക്കുണ്ടായിരുന്നു. ഒന്ന് ദുബായ് ലൈസൻസ് എടുത്തു. അപ്പോൾ അതിൻ്റെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു 2-3 മന്ത്സ്. പിന്നെ അതിൻ്റെ ഇടയിൽ നീറ്റ് PGക്ക് പ്രിപ്പയർ ചെയ്തു. പിന്നെ എല്ലാ മന്ത്ലിയും ദുബായിലോട്ടുള്ള അങ്ങോട്ടുള്ള യാത്രയും പിന്നെ കുട്ടികളും അങ്ങനെയൊക്കെ വീഡിയോസ് എടുക്കുന്നുണ്ട്. എഡിറ്റിങ്ങും കാര്യങ്ങളും അപ്ലോഡിങ്ങും ഒന്നും നടക്കുന്നില്ല. സ്ലോലി പഴയ വീഡിയോസൊക്കെ ഇടാം. ഇപ്പോൾ 3rd പ്രഗ്നൻസി അറിഞ്ഞോന്ന് എനിക്കറിയില്ല. ഫോട്ടോഷൂട്ട് അതൊന്നും നടത്തിയിട്ടില്ല. ഇനി ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വിചാരിക്കുന്നത്. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളു. ഇതെടുക്കാൻ മറന്നുപോയി. ഇതപ്പോൾ ഇങ്ങനെ പിടിക്കേണ്ടി വരുന്ന അവസ്ഥ ഫോണിന്. കുഴപ്പമില്ല, ഓർമ്മ ഉണ്ടായിരുന്നു, പിന്നെ മറന്നുപോയി. ഇമ്മ ഉണ്ട്. ഇമ്മ അവിടെ ഉറങ്ങുകയാണ് അപ്പുറത്ത്. പ്രാവശ്യം വലിയ റൂം എടുത്തു. കഴിഞ്ഞ പ്രാവശ്യം ഡീലക്സ് ആയിരുന്നു. പ്രാവശ്യം സെമി പ്രീമിയം സ്യൂട്ട് റൂം. അത് പിള്ളേരൊക്കെ ഉള്ളതല്ലേ ഓടിക്കളിക്കാനൊക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നു അമ്മ പറയുന്ന കുട്ടികളൊക്കെ കൊണ്ടുപോകാം, നാളെ
ഇന്ന് കുട്ടീനെ കണ്ടതിന് ശേഷം. പക്ഷെ എനിക്കൊരു വിഷമം. പക്ഷെ ഇതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുന്നു. എനിക്കൊന്ന് സിസേറിയനും കൂടെ അല്ലേ, എന്തായാലും തീരുമാനിച്ചില്ല. ചെറുതിന് എന്തായാലും എനിക്ക് പറ്റും തോന്നുന്നില്ല. പിന്നെ ചെറിയ അനിയത്തി ഇന്ന് വൈകുന്നേരം വരും, നോക്കാം എന്തായാലും. പിന്നെ രാവിലെ 9:30 ടൈം തന്നിട്ടുള്ളത്. എനിക്കൊണ്ട് 9:15 ആകുമ്പോഴത്തേന് കൊണ്ടുപോകായിരിക്കും. ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അതെല്ലാം മാറി. ഇന്നലെ വീഡിയോസൊക്കെ കുറച്ചേ എടുത്തുള്ളൂ. ഞങ്ങൾ പോകുന്ന സമയത്തൊന്നും വീഡിയോ എടുത്തില്ല. ഇന്നലെ ആക്ച്വലി നല്ല ബിസി ഷെഡ്യൂളായിരുന്നു. കാരണം അവർ 10 days കഴിഞ്ഞ് വന്ന് കുറേ കുറേ പരിപാടികളുണ്ടായിരുന്നു നാട്ടിൽ. നമ്മളൊരു പുതിയ പ്രോപ്പർട്ടിയുടെ ഒരു കുറ്റി അടിയിലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ എഗ്രിമെൻറ്റും പേയ്മെൻറ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അവരുടെ മീറ്റിങ്, പിന്നെ ഹസ്ബൻഡ് വന്നു. ബ്ലഡ് ഡോണറിനെ വേണമെന്ന് പറഞ്ഞേ വിളിച്ചായിരുന്നു. ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. 2 പ്രാവശ്യമാണ് ചോദിച്ചു. എന്തൊരു ആവശ്യം വന്നില്ല, പറയാൻ പറ്റില്ലല്ലേ. അപ്പം അങ്ങനെ അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു കുട്ടികളൊക്കെ ആലോചിച്ച്. പക്ഷെ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അതെല്ലാം മാറി. ഇന്നലെ വന്ന് നേരെ റൂം റെഡിയാവുന്നുള്ളായിരുന്നു. 10 മണിയൊക്കെ ആയി എത്തിയപ്പോൾ. 6 മണിക്ക് അഡ്മിറ്റ് ആകാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ലേറ്റായി എത്തിയപ്പോൾ. എന്നിട്ട് നേരെ എന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയി. ഫസ്റ്റത്തെ അതേ റൂമിൽ കിട്ടിയില്ല. ഇനി ഫസ്റ്റ് ലിയാനക്ക് കിട്ടിയ ലേബർ റൂമുണ്ടല്ലോ, അവിടെ മുകളിൽ നോക്കുമ്പോൾ മുന്തിരി അതിൻ്റെ വള്ളികളൊക്കെ എനിക്ക് അന്നത്തെ ഓർമ്മ വന്നു. അവിടെ എത്തിക്കിടന്ന് ഭയങ്കര സമാധാനമായിരുന്നു. ഞാൻ തെസ്നിക്കെല്ലാം പറഞ്ഞിടത്തോളം നിങ്ങൾക്ക് പറഞ്ഞു തരും. എല്ലാം അലമാരയിൽ ഷെൽഫിൽ ഇന്നലെ എല്ലാം അടുക്കി വെച്ചു. രാത്രി ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. കാരണം ഇപ്രാവശ്യം ഞാനെല്ലാം പാക്ക് ചെയ്ത് ഇവരില്ലാത്തതുകൊണ്ട് 10 ദിവസം ഞാൻ സമയം സ്പെൻഡ് ചെയ്തത് പാക്കിങ്ങിലാണ്. സാധാരണ ഒരു ദിവസം കൊണ്ട് പാക്ക് ചെയ്യുന്നത് 10 days കൊണ്ടാണ്. ഡെലിവറി ബാഗ് പാക്കിങ് കഴിഞ്ഞ് ഷോപ്പിംഗ് ബാഗ് പാക്കിങ് അങ്ങനെ. അപ്പം അതെല്ലാം ഷെൽഫിൽ അടുക്കി വെച്ചു. അപ്പോൾ ഇവർ താഴെ പോയതുകൊണ്ട് സ്നീക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരത് ചെയ്തോളും. പിന്നെന്താ 7 മണിയാകുമ്പോഴത്തേന് റെഡി ആയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2nd day എന്ന് പറയാം. ഇന്നലെ അഡ്മിഷൻ, ഇന്ന് എന്താ പിന്നെന്തായാലും ഇനി മോം ടു ബിയുടെ ഫോട്ടോസ് എടുക്കണ്ട നമുക്ക്. വാലേനി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. ഓക്കെ. പിന്നെ അങ്ങനെയൊന്നും നടന്നില്ല പ്രാവശ്യം. ഓക്കെ. പിള്ളേരൊക്കെ ഉറങ്ങാൻ ലേറ്റായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബാഗെല്ലാം ഒഴിച്ചു. ഈ ബാഗും സ്ലീവ് ബോക്സൊക്കെ കൊണ്ടുവന്നായിരുന്നു. അതെല്ലാം ഷെൽഫിൽ അടുക്കി വെച്ചു. നിങ്ങളെ ബാഗ് അതാട്ടോ, അതിൻ്റെ അകത്ത് നിങ്ങളതുണ്ട്. ഇത് ഫുൾ കാലിയാക്കിയിട്ടുണ്ട്. ഈ കോർണറിൽ താഴെയുള്ള ഫുള്ള് നിങ്ങളെ ഡ്രസ്സ്, ഇതെൻ്റെ നൈറ്റീസ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് അവർ ചോദിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ഓപ്പൺ നൈറ്റി ആയിരിക്കും. അത് ഇത് കൊടുക്കണം, ഈ ഓറഞ്ച്. എക്സ്ട്രാ 2 പക്ഷെ 1 മതി ഓറഞ്ച്. പിന്നെ ഇതിൽ നിന്ന് ഒന്നെടുക്കണം. എന്തുവാ മനസ്സിലായി. പിന്നെ തോർത്തുകളിട്ടത് നമ്മളതാണ്, നിങ്ങൾക്കും യൂസ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് നിങ്ങൾക്ക് എന്താ വേണ്ടത് അറിയോ? എൻ്റെ ഡ്രസ്സ് ചോദിക്കും ICUലോട്ട്.
എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ടെസ്റ്റിന് ചോദിക്കുന്നത്. ഫസ്റ്റ് ചോദിക്കുന്നത് കുട്ടിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് സംസം വെള്ളവും അതിൻ്റെ അകത്ത് ഇതിന് എബിസ്തമ തന്നെ. ഓക്കെ, ഇത് തേന് ഇങ്ങനെ 2 ബോട്ടിൽ എടുക്കാനുള്ള കാരണം ഇവർ രണ്ടാളും ഫൈറ്റ് ചെയ്യും. ഒന്നാക്കും കൊടുത്ത് അവരത് കുടിച്ച് അങ്ങനെ ഇരുന്നോളൂ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ. ഓക്കെ, പിന്നെ എന്തായിരിക്കും ചോദിക്കുന്നത് ഈത്തപ്പഴം. അത് ഇതൊരു നിലങ്ങൾ കൊണ്ടുവന്നത് ഇതിൽ നിന്ന് 2 കഴുകി ക്ലീൻ ചെയ്ത് കൈ പിടിക്കുക. ഓക്കെ, ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ തന്നെ എടുക്കണം കേട്ടോ ടെസ്റ്റിനെ. പിന്നെന്താ, ഇത് ബേബിയുടെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. കോമ്പ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും സോപ്പ്. പിന്നെ ഇതിൻ്റെ അകത്ത് കറുത്ത ചിരടുണ്ട്, വന്നിട്ട് വേണമെങ്കിൽ കെട്ടിക്കൊടുക്കാൻ. അതിൻ്റെ സിസേഴ്സ് ഇതിലുണ്ട്, ചെറിയ ബേബിയുടെ സിസേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ മേക്കപ്പ് ബോക്സാണ്, ഇത് എടുക്കണം. എടുക്കണം. ഇത് പിന്നെ നമ്മളുടെ കിറ്റാണ്. ഇതിൻ്റെ അകത്തുള്ളത് ഇതിനെന്തൊക്കെ കാണാൻ അറിയോ? ഓയിൽ കാണാം, ബ്രഷ് കാണാം, കോമ്പ്, ഗോൾഗറ്റ്, ഷാംപൂ, കണ്ടീഷണർ, പൗഡർ, ടിഷ്യൂ പേപ്പർ, ഷേവിങ് കിറ്റ്, വിക്സ് എടുത്തിട്ട്, പെർഫ്യൂം, പുതിയ പെർഫ്യൂം പൊട്ടിക്കാതെ എടുത്ത്, പിന്നെ ഫേസ് ക്രീം, സോപ്പ്, എന്തൊക്കെയോ ഉണ്ട്. 4 ബ്രഷ്, നിൻ്റെ എൻ്റെയും 2 ആളും കേട്ടോ. ഇതൊക്കെ നല്ല ബ്രഷ് ചെയ്യുന്ന പിള്ളേരാണ്. പിന്നെന്താ, ഇത് പ്ലേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാം. പക്ഷേ ഇപ്രാവശ്യം മുതൽ പേഷ്യൻറ്റിന് മാത്രമേ ഫുഡുള്ളൂ. പണ്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് പാലും കുപ്പി, ഫീഡിങ് ബോട്ടിൽ ക്ലീൻ ചെയ്യാനുള്ള പുതിയൊരു ബ്രഷ് അതിൽ വെച്ചിട്ടുണ്ട്. പിയർ സോപ്പ് ഉണ്ട്, പിന്നെ എൻഷാൻഡിൻ്റെ സോപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഡിഷ് വാഷ് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തുവാ, പിന്നെ റൂം ഫ്രഷ്നർ ഉണ്ട് കേട്ടോ. ബാത്റൂം ഫ്രഷ്നർ ഇതിൻ്റെ അകത്തുണ്ട് വെക്കാൻ. ഓക്കെ, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതിൻ്റെ മേക്കപ്പ് റിമൂവർ ടിഷ്യൂ ഇതാട്ടോ, ബേബിക്ക് വേണ്ടിയിട്ട് ഉള്ള ടിഷ്യൂ പേപ്പർ, വെറ്റ് ടിഷ്യൂ. ഇതിന് പാഡ് ചോദിക്കാൻ ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കണം. ഇതിൻ്റെ മേക്കപ്പ് ബോക്സാണ്, എക്സ്ട്രാ ഉള്ള കുറച്ച് സംഭവങ്ങൾ. പിന്നെ ഇത് പമ്പേഴ്സ് ഞാൻ ഇപ്പോൾ അവിടെ ഉള്ളത് എടുത്തത്. ഞാൻ നിങ്ങൾ വന്നിട്ട് വാങ്ങാതെ മറന്നുപോയി. അപ്പോൾ താഴെ പമ്പേഴ്സ് വാങ്ങണം. പിന്നെ ഇവിടെ ഫസ്റ്റ് ക്രൈ ഓപ്പൺ ചെയ്തിട്ടുണ്ട് താഴെ. അത് ക്ലോസ് ആയിന്, കൊറോണയുടെ സമയത്ത് ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് ലിയാനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇവിടെ വരുമ്പോൾ അതിന് എല്ലാ സംഭവങ്ങളും വാങ്ങുമായിരുന്നു. ഡെലിവറിൻ്റെ സമയമൊക്കെ ആയപ്പോൾ അത് ക്ലോസ് ആയി, പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഓപ്പൺ. അപ്പോൾ ഷോപ്പിംഗ് നമുക്ക് ചെയ്യാം, സമയമില്ല എനിക്ക്. അവർ ഡയപ്പർ അപ്പം ചേഞ്ച് ചെയ്ത് ഇതിൽ കെട്ടിയിട്ട് കളയട്ടോ എല്ലാവരും. അപ്പോൾ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഓരോരുത്തർക്ക്, കണ്ടല്ലേ ഇനി. പിന്നെന്താ, ഇതിൻ്റെ അകത്ത് ഈ റെഡ് ബോക്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഫുള്ള് ലിയാൻ്റെ റിഹാൻ്റെ ഡ്രസ്സാണ്. മാച്ച് ചെയ്ത് ഓല തോർത്ത് മുണ്ടും എല്ലാം അതിൽ വെച്ചിട്ടുണ്ട്. അപ്പം അതിന് എടുക്കാതെ ഞാൻ പുറത്തോട്ട് വെച്ചില്ല, കാരണം അവർ നിൽക്കുക പോവാന്നുള്ളൊരു തീരുമാനമായില്ല. പക്ഷെ അത് നിർത്താനേ. ഓക്കെ, എനിക്ക് വിഷമ. നിങ്ങൾ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാതെ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഈ സംഭവം ഇതിൻ്റെ അകത്ത് ഇത് കുറച്ച് ടവൽസ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ടിഷ്യൂ, മിറ്റ ബിബൊക്കെ ലിയാൻ്റെ റിഹാൻ്റെ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ബിബ് ഫുഡ് പുറത്തേക്ക് കൊടുക്കുമ്പോഴേ. ഇതാണ് ഡിസ്ചാർജിൻ്റെ നമ്മളെ ഡ്രസ്സ്, എൻ്റെയും നിൻ്റെയും 3 ബേബിയുടെ ഡ്രസ്സ്, ഡിസ്ചാർജ് ഡ്രസ്സ്. സാധാരണ എന്താ പറയുക, പഞ്ചാണല്ലേ. ഇതവരുടെ മാഷ് വാടക ഒന്നായിട്ട് പോകുന്നു, ഇങ്ങനെ കെട്ടിയതാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇതോ ഇതിൻ്റെ ഫയൽ ഇവിടെ ഉണ്ട്. ഇത് ന്യൂ സ്പെക്സ് പോയായിരുന്നു, പുതിയ സ്പെക്സ് വാങ്ങി. കാരണം എക്സ്ട്രാ ഉള്ള സ്പെക്സ് ഒരു ബ്ലാക്ക് വലിയൊരു ഇതില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ പോരുമ്പോൾ നല്ല സ്പെക്സ് വേണ്ടത്
പുതിയ സ്പെക്സ് 3000 റുപ്പീസ് കൊടുത്തു. വെൽക്കം ടു അസ്ന ബ്യൂട്ടി വ്ളോഗ്സ്. തുടങ്ങിയില്ലായിരുന്നോ? അല്ല, ഒന്നുകൂടെ പറയാം. എന്ത് ഓപ്പൺ ചെയ്തില്ലായിരുന്നോ? അല്ല, ഒന്നുകൂടെ പറയാം. പിങ്ക് സ്പെക്സ് കാണാനില്ലാത്തതുകൊണ്ട് അതേ പിങ്ക് കളറിൽ തന്നെ എടുത്തു. ഇത് വാങ്ങി പിറ്റത്തെ ദിവസം ലിയാനെ കൊണ്ട് മമ്മയുടെ കണ്ണാടാർന്ന് കൊടുത്തിട്ട് തന്നു. അങ്ങനെ ഇപ്പം എനിക്ക് 3 സ്പെക്സ് മനസ്സിലായത്. പക്ഷെ പവർ ചേഞ്ച് ആയിട്ടുണ്ട്. പുതിയ പവറാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് അവരുടെ ഇതൊക്കെ നമുക്ക് അന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ ദുബായിന്ന് ഷോപ്പിംഗ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ഒരു 90% സംഭവങ്ങളും ദുബായിൽ നിന്ന് ഞങ്ങൾ എടുത്തായിരുന്നു. പക്ഷെ അൺബോക്സിങ് വീഡിയോ അതൊന്നും ചെയ്തില്ലായിരുന്നു. കാരണം ഫുൾ തിരക്കായിരുന്നു. എല്ലാ മന്തിലും 10 days 15 days ദുബായി പോയിരുന്നു. ഇപ്പോൾ ഈ ലാസ്റ്റ് മന്ത് മാത്രം ഞാൻ പോവാത്ത, ബാക്കി എല്ലാ മാസവും പോയി. ലാസ്റ്റ് 6 months അല്ലേ? ഓക്കെ, ഗ്രേറ്റ്. ഗിവ് എ തംസ് അപ്പ്. വാവ്. ഇവിടെ എല്ലാം ബ്ലൂ ആണ്. നമ്മൾക്ക് പിങ്ക് ആയിരിക്കും. എല്ലാം ബേബി ബ്ലൂ. നമ്മൾക്ക് ജിഞ്ചറാണ്. ഓക്കെ, മോർണിംഗ് വാക്കിന് പോയി പിന്നെ ബെഡിൽ കിടക്കണ്ട കുറച്ച് നേരം. അപ്പം അതിനൊക്കെ നല്ലത്. നമുക്ക് ഫോട്ടോ എടുക്കാം. മണിയായി. ഡ്രസ്സൊക്കെ മാറി. മുടിയൊക്കെ കണ്ടോ? കെട്ടി തന്നു. ക്യാപ്പ് ഉണ്ട്. റെഡിയായി. ഇപ്പം 8 മണി. ഇമ്മയും അനിയത്തിയും ഫുഡ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് മക്ക് മരുന്നൊക്കെ ഉള്ളതന്നെ. അപ്പോൾ അവർ കഴിക്കാൻ പോയി. ഇവിടെ എല്ലാവരും ഉറങ്ങാട്. ഉറങ്ങുന്നു. ഈ പ്രീ മെഡിക്കേഷന്, ടെസ്റ്റ് ഡോസ്, അങ്ങനെ കുറേ ക്യാനുല, അങ്ങനെ കുറേ പാർട്സ് ഉണ്ട്. ഇനി അത് വരുമായിരിക്കും. കുറച്ച് നേരം 1.5 മണിക്കൂർ കിടന്നുറങ്ങാം. ഓക്കെ, അവർ ഫുഡ് കഴിച്ച് വന്നാൽ പിന്നെ ദിവസം കുട്ടികൾ വന്നാൽ അവരെയും കൊണ്ടുവന്ന് പോയി കഴിക്കും. പാലിവിടെ ഉണ്ട്. കുറച്ച് കൊടുത്തിട്ട് പിന്നെ അവരെ റെഡിയാക്കി വെക്കണം. ഓക്കെ, ഇതാണോ ബേബി? ഇതാണോ അല്ലമ്മ ബേബി? ഷാന് കൊണ്ടില്ലേ ബേബി? ഇവിടെ ഇതാ വയറ്റിലുണ്ട് ബേബി. ആ കൊടുത്ത ബേബിക്ക്. അവ്വാ കൊടുക്ക, കൊടുക്ക്. അവ്വാ അവിടുത്തെ ഷനായിക്ക് അവിടുത്തെ അവിടേക്ക് ബേബിക്ക് അവിടേക്ക്. ഇവിടെ നമ്മളെ ബേബി ഇവിടെ. അവക്കൊക്കെ ഷനായ ഇവിടെ. ഷനായ കുഞ്ഞാവിടെ. കുഞ്ഞാവ കുഞ്ഞാക്ക് അവിടുത്തെ വീട്ടില്. ബേബിയുടെ ഹാർട്ട് ബീറ്റ്സ് ചെക്ക് ചെയ്ത് ഓക്കെ ആണ്. തംസ് അപ്പ്. ഓക്കെ, അത് ക്ലാപ്പ് കൊടുക്ക്. ബേബിയുടെ ഹാർട്ട് ബീറ്റ്. ഓക്കെ, താങ്ക് യു. ടാറ്റ, ബൈ. ബേബി ടാറ്റ എടുത്ത് ബേബി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഞങ്ങൾ. ഹായ്.
Time for breakfast. Vegetable soup. Speed with Sana baby വരുന്നു. അതാ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ മുകളിലത്തെ നല്ല ആംബിയൻസ് ആണ്. ഗുഡ് മോർണിംഗ്. രാവിലെ 8:30 in the morning. So we are ready to get the baby. Ada phone വേണ്ട. കവുണ്ട മമ്മക്ക് കവുണ്ട. മമ്മക്ക് അവ കൊടുക്ക് ബേബി. ആവുക ടാറ്റ കൊടുക്ക് ടാറ്റ. ഷന ബേബിനെ കൊണ്ടുവരാം ട്ടാ. ഷന ബേബിനെ കൊണ്ടുവരാം. അതാ അത്തത്തെ 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 അവ കൊടുക്ക്. അവ കൊടുക്ക് എന്നാ അവ കൊടുക്ക്. വാ ഇങ്ങോട്ട് കുട്ടി ഇങ്ങോട്ടുണ്ടോ അവ കൊടുക്ക്. ആ ആ ആ ആ ഓ ലിയാന അവ തന്നില്ല. ലിയാന അവ തന്നല്ലേ തന്നിന് ഒന്നുകൂടെ വേണം. എന്നാ ഡാഡി കൊടുക്കാം. ഡാഡി കാണിച്ച അത്തത്തെ ബായ്. അത്തത്തെ ബായ്. ചെറിയ കുട്ടി എങ്ങനെയാ ബായ് കാണിച്ചത്? അത്തത്തെ ബായ്. അത്തത്തെ ബായ്. ഷന ബേബിയെ കൊണ്ടുവരാൻ പറ. ഷന ബേബിയെ കൊണ്ടുവരാം കേട്ടോ. ബായ് ബായ്. ഷന ബേബിയെ കൊണ്ടുവരാൻ പറ കേട്ടോ. ആ ഞങ്ങൾ ഷന ബേബിയെ കൊണ്ടുവരാൻ പോകുന്നു. നമ്മളും പോകുന്നു. ഷന ബേബിയെ കൊണ്ടുവരാൻ നമ്മളെല്ലാവരും പോകുന്നു. ബേബി അത്തത്ത് ഞാൻ ഡാഡി നമ്മളെല്ലാവരും ഷന ബേബിയെ കൊണ്ടുവരാൻ പോകുന്നു. എല്ലാവരത്തെ തംസപ്പ് കാണിച്ച തംസപ്പ് എങ്ങനെ തംസപ്പ് കാണിക്കും? റസേലി തംസപ്പ് ഒരു കൈ കൊണ്ട് കാണിച്ചു കൊടുത്തെ ക്യാമറയിൽ. ആ അതാ ഇങ്ങനെ കാണിച്ച. വാ ബേബി വരുമ്പോ ഇങ്ങനെ കാണിച്ചു കേട്ടാ. വാ അങ്ങനെ അതാ നമുക്ക് അവിടെ പോവാം. സ്പോർട്സ് ബോൾ ടച്ച് ചെയ്യണം. അതാ ബോൾ ടച്ച് ചെയ്താണ്ടാണ്. കാലുണ്ട് ഒന്നുകൂടി ടച്ച് ചെയ്യാം. അതൊക്കെ ബോൾ അവിടെ ബോൾ കാല് ടച്ച് ചെയ്ത് പിടിച്ചോ. ഞാൻ നേരെ പിടിച്ചോ. ആ ടച്ച് ചെയ്ത ആ കേറിക്കോ. തിന്നോ. ആ എന്തിയെ പലരും ശരാബി വരുന്നേ. കഴിഞ്ഞ പ്രാവശ്യം ബേബി വന്നപ്പോഴും ലിയാൻ ഉറങ്ങിയായിരുന്നു. ഇപ്പൊ ഷനായ വരുമ്പോ ഉറങ്ങണം. ഷനായ കണ്ടിട്ട് ഉറങ്ങിക്കോ. ബലൂൺ വാ. ഹാൻഡ് വാഷ് എങ്ങനെ ഹാൻഡ് വാഷ് ചെയ്തത്? സാനിറ്റൈസർ എടുക്കണം.
ലൈവായിട്ട് പറഞ്ഞു we are waiting for the baby. അതെ കുടിക്കാനുള്ള ലൈവായിട്ട് മതി ടാറ്റോ അതോ വാ ഡാഡി അവാർഡ് കേട്ടാ അതിന് പൊന്തിച്ച് കെട്ടും. അർത്ഥത്താണ് അർത്ഥത്ത് ബേബി 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 അതാ 57 ടൈം 10:57 2.56 കണ്ടായിരുന്നു കാണിച്ചരാ വാ അവിടുത്തെ ആരാണ് സന ബേബിയാണ് ആ ബേബി ഡാഡാ 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 ഡാഡി 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 അച്ഛനൊക്കെ ബേബിക്ക് അറിയൂ ബേബിക്ക് വിശക്കുന്നു അവ ഹായ് സോ വി ജസ്റ്റ് റിസീവ്ഡ് ഷന ബേബി 10:57 ആണ് ബർത്ത് ടൈം ബർത്ത് റേറ്റ് 2560 അതാ ഹായ് ഡാഡാ 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 ഷന ബേബി ഹലോ കൊണ്ടുപോയാ ഹലോ ഡാഡി 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 അതാ കണ്ണ് തുറക്കുന്നു ഡാഡി 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 അതാ യോണിങ് വാവ് മമ്മ കഴിക്കണം മമ്മ ഹലോ ഡാഡി ഡാഡാ ഡാഡി അതാ ബേബി ബേബി അതാ ബേബി 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 ആ ഇഷ്ടമില്ല നോ 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 ബേബിക്ക് വെള്ളം ഇഷ്ടമില്ല നോ 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 പാല് വേണം മമ്മ വേണം പാല് വേണം ഹായ് ലിയാന ഹായ് പറ ബേബി ഹായ് പറ ഹായ് ഹായ് സോ ബേബി എക്സൈറ്റഡ് ടു സീ ദ ബേബി ഇത് ആരുടെ ബേബിയാണ് നിന്റെ ബേബിയാണോ കൊടുക്കണേലോ ബേബിക്ക് ആ ഡു ആ മുടി കണ്ട ബേബിയുടെ മുടി കണ്ട ഔവാ 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 അമ്മ ഔവാ so we are so excited to you do daddy hi wow nani she is busy to baby ku കൊടുത്ത് മതി ബേബിക്ക് സ്പൂൺ വെച്ച് കൊടുത്ത് മമ്മ കൊടുത്ത് ബേബിക്ക് സ്പൂൺ വെച്ച് മമ്മ കൊടുത്തു അതെ സാറില്ല അതെ ബേബിക്ക് മാമ കൊടുത്ത് സസ്യാൻ്റെ
മോളെ ബേബിയാ അവളെ ബേബി കേട്ടാ നമ്മളെ ബേബിയാ പിടിച്ചോ ഞാൻ അവളെ കൈ പിടിപ്പിച്ചോട്ടെ എന്നാ എടുത്തോ നമ്മളെ ബേബി കേട്ടാ നമ്മളെ ബേബി കേട്ടാ ഇല്ല കാട്ടത്തില്ല ഇല്ല കാട്ടില്ല ആ എന്റെ ഡാഡിയാണല്ലേ ആ എന്റെ ഡാഡിയാണ് രണ്ട് എക്സൈറ്റഡ് ആണ് ഇനി ആരാ ബേബിയാണ് നോക്കി ആരാ ബേബിയാണ് ആ ബാ അവിടെ ഇരുന്നോ ലിയാന ഇവിടെ ഇരുന്നോ ബേബിനെ കാണിച്ചേ വാ ഓപ്പൺ ചെയ്തോ ഓപ്പൺ 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 എന്താണ് അത്തത്ത് നമ്മളെ ബേബി ഉണ്ട് അത്തത്തെന്തിയേ നമ്മളെ ബേബി എന്തേ ബേബി ബേബി അത്തത്തിൻ്റെ അടുത്താന്ന് കേട്ടാ ഇപ്പൊ ബേബി വന്നില്ലേ ഷന ബേബി അത്തത്തിൻ്റെ അടുത്താന്ന് അത്തത്തിനെ കാണണോ ഇപ്പൊ വരും എന്നാ ഇങ്ങോട്ട് വാ ഇപ്പൊ വരും അത്തത്തിപ്പ വരും അത്തത്തിപ്പ വരും ഇപ്പൊ വരും തരാ ഇപ്പൊ വരും ഇതാരാ ബോട്ടിലാ പാലാരാ പാലൂപ്പി ആരാ ഇതാ ബേബി ഇതാ വന്നു ബേബി അത്തത്തില്ലേ ഹായ് ബേബി ഗേൾ 10:57 10:57 ആ എന്തിയേ 10:57 ബേബി ഗേൾ എനിക്ക് പാല് വേണ്ടേ പിന്നെ ആ ബേബിയുടെ ഞാൻ ഫോട്ടോ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട് ഹായ് സോ ബേബി ഗേൾ ആണ് ഹാപ്പിയാണ് ഷനായ ആ ബേബി കാണിച്ചായിരുന്നു കാണിച്ചു ഓക്കെ ശരി ഓക്കെ എന്ത് ആ ഫോൺ ഉപയോഗിച്ചാൽ കണ്ണ് കേട് ടാറ്റാ അതിനെ പിടിച്ചു വരാം പിടിച്ചിറങ്ങുക അതിനെ പിടിച്ചു വരാം പിടിച്ചിറങ്ങുക ആ 2 1 ഇനി 2 ഇനി 3 4 ഇറങ്ങിയില്ലല്ലേ 4 ഇനി 5 ഇനി 6 പതുക്കെ ഇറങ്ങ് ആ 7 8 9 10 10 ഇറങ്ങിയില്ല നമ്മൾ വന്ന് കാണാം ഈ മതിലിന്റെ ബേബി ബേബി വാ ഇങ്ങോട്ട് പോര് വാ
ഫീഡിങ്ങിന് താഴോട്ട് കൊണ്ടുപോകുന്നു. ഓക്കെ, ഷന ബേബി ഹലോ. നമ്മൾ തിരിച്ചു വരുമ്പോൾ പിങ്ക് ബലൂൺ ഒട്ടിച്ചു വരാം കേട്ടോ. ഇതിൻ്റെ കാർഡുണ്ട്, ആക്സസ് കാർഡുണ്ടോ? ബേബി അതാ പോയി. ബേബി ആ ആ അതേ ഡാഡി 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 ലിയാന ദീദിയെ കാണണ്ടേ? ആവാ എന്താണ് ബേബി? എന്താണ് ബേബി? എന്താ നോക്കുക? ഇതാണ്ട് ഡാഡി ഇപ്പുറത്ത് വന്നു. അപ്പം ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് വന്നു. ഡാഡി ഇവിടെ വന്ന് ഇങ്ങോട്ട് നോക്ക് ബേബി. ബേബി വന്നിട്ട് ഇപ്പം 5 hours കഴിഞ്ഞു. യൂറിൻ പാസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് സിസ്റ്റേഴ്സ് ചെക്ക് ചെയ്യാൻ വന്ന്. ഡാഡി ഇവിടെ മുകളിൽ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. ആംബിയൻസ് എല്ലാവരും ഇവിടെ ചായ കുടിക്കുന്നുണ്ട്. അപ്പം ടേക്ക് കെയർ. ബേബിക്ക് ഇപ്പം പാല് തരുമെന്ന് പറ. ബേബിക്ക് ഇപ്പം പാല് തരുമെന്ന് പറ. ബേബി ലിയാന ബേബി, ഇത് ആരാന്ന്? ബേബി ആരാന്ന്? ഷനായ. ഷനായ ഉറങ്ങുന്നോ ഉണർന്നിരിക്കുകയാന്ന് നോക്ക്. ഉറങ്ങുന്നോ ഉണർന്നിരിക്കുകയാന്ന്? മറ്റേ കാര്യം ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ ഉണ്ട്. പറ. ഉണന്നോ? ഇഷ്ടായ? നല്ല ബേബി അല്ലേ ലിയാന ബേബി? ഇങ്ങനായിരുന്നു ബേബി, ഇങ്ങനായിരുന്നു ലിയാന ബേബി. ലിയാന ബേബി ഡാഡിക്ക് കിട്ടിയപ്പോൾ ഇങ്ങനായിരുന്നു. തൊള്ളേക്ക് കൈ ഇടുന്നല്ലേ മേമ? തൊള്ളേക്ക് കൈ ഇടുന്ന വരല്ലേ? കുക്കുടു നിന്നെ ഇഷ്ടമാണ്. ലിയാനയുടെ ബേബിയാണ്. കണ്ണ് തുറക്കാതെ, കണ്ണ് തൊടാതെ, കണ്ണ് ബേബി നോക്കുന്നു. അതാ കണ്ണ് തൊടാതെ കേട്ടാ. ചിരിച്ചന് നിന്നെ
ഏ ഏ ഏ റിയ ബേബി ഷനായ ബേബി ഇത് ഷനായ ബേബിയാണ് ഷനായ ബേബി റിയ ബേബിയെ പോലെയാണ് ലുക്ക് അതാ അതാ ഡാഡാ ഡാഡാ ഷനായ ബേബിയുടെ പോലെ ഷനായ ബേബിയുടെ പോലെയാണ് ലിയാന ബേബി റിഹാന ബേബി കണ്ണ് ഡാഡ പോലെ മൂക്കും ചുണ്ടും അത്തത്തിൻ്റെ തല നെറ്റി അത്തത്തിൻ്റെ അതാ കണ്ണ് തുറന്ന് നോക്കിയേ ഡൂഡു ഡൂഡു കണ്ണ് തുറന്ന് നോക്കി ബേബി ശിബിത്താത്ത വരുന്ന കേട്ടാ ശിബിത്താത്ത കസിത്താത്ത നോക്കിയത് കസിത്താത്ത പോയി ഇനി ശിബിത്താത്ത വരും കേട്ടാ ആ എന്ത് ചെയ്യേ ദാദ എന്ത് ചെയ്യേ ദാദാ ദാദി എന്ത് ചെയ്യേ ദാദ എന്ത് ചെയ്യേ ദാദാ മറ്റോളെ കണ്ണിൽ കാപ്പി അപ്പച്ചി എന്ത് ചെയ്യേ അപ്പച്ചി കവിത അപ്പച്ചി എന്ത് ചെയ്യേ നീനി ചേച്ചി എന്ത് ചെയ്യേ നീനി ചേച്ചി പിത്തി എണ്ണ എന്ത് ചെയ്യേ പിത്തി എണ്ണ അതാ ഡാഡാ 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 അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ബേബി ഷനായ ബേബി ഇങ്ങോട്ട് നോക്ക് ആ അപ്പം റൂമിലേക്ക് വന്നേക്കുന്നത് ഒരു ചെറിയൊരു യാത്ര പോയിട്ട് വിവരമില്ല ഒരു ചെറിയൊരു യാത്ര പോയിട്ട് റൂമിലേക്ക് വന്നേക്കുന്നത് ഹായ് പറ ഹായ് ഹായ് യെസ് ഓക്കെ ബാക്കി കാര്യങ്ങൾ പറയാം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഞങ്ങൾക്ക് പിങ്ക് ബേബിയാണ് ജനിച്ചേക്കുന്നത് ബേബി ഗേൾ ബാക്കി എല്ലാ ബലൂൺസും നിങ്ങൾക്ക് നോക്കാം ഇത് അടുത്ത ബലൂൺ ഇത് ഞങ്ങളെ ബലൂൺ ഇത് അടുത്ത ബലൂൺ ഇതടുത്ത ബലൂൺ അപ്പോൾ ഭാഗ്യമുള്ളവർക്ക് മാത്രം പെൺകുട്ടികൾ ജനിക്കുന്നത് ഇതടുത്ത ബലൂൺ കണ്ടല്ലോ അപ്പം ഞങ്ങളെ ബലൂൺ മാത്രമാണ് പിങ്ക് ബാക്കി എല്ലാം ബ്ലൂ ബലൂണാണ് ഓക്കെ താഴെയുള്ള എല്ലാ ബലൂണും ഇതാണ് ഇപ്പുറത്തെ ലുക്ക് ഇപ്പുറത്തെ ബലൂൺ നോക്കിക്കോ ഇപ്പുറത്തെ ബലൂൺ എന്താണ്ട് ബ്ലൂ ബലൂണാണ് ഓക്കെ ഹായ് അപ്പോൾ ഇന്ന് CS കഴിഞ്ഞ് ഡേ 2 അല്ലേ 23rd ഇന്നലെ 8 hours കഴിഞ്ഞിട്ടാണ് മോർണിംഗിൽ കഴിഞ്ഞ് 12:30 ആയപ്പോൾ ഐസിയിലോട്ട് മാറ്റി പിന്നെ അത് കഴിഞ്ഞ് 8:30 ആയപ്പോഴാണ് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തത് അതുവരെ വെള്ളം മാത്രം കുറച്ച് തന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ബ്ലാക്ക് ടീയും ബിസ്ക്കറ്റും കഴിക്കാൻ പറഞ്ഞു ഇന്ന് മോർണിംഗിലും അപ്പം ഇന്ന് ഡേ 2 23 ബേബി ടൈം എത്ര 5 മണിയോ ബേബി കുളിച്ചൊരുങ്ങി കുളിച്ചില്ല അവൾ വൈപ്പ് ചെയ്ത് ഡ്രസ്സെല്ലാം മാറ്റി ഒരുക്കി കൊണ്ടുവന്നിട്ടുണ്ട് സിസ്റ്റർമാർ പാലൊക്കെ കൊടുത്ത് അവളിങ്ങനെ ഡാഡിയുടെ കൂടെ കളിക്കുന്നുണ്ട് ഞാൻ ചായ ബിസ്ക്കറ്റ് കഴിക്കാൻ പോകുന്നു ഓക്കെ ഹലോ അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ് 23 മാർച്ച് 2023 യെസ് ബേബി ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല കരച്ചിലായിരുന്നു ഒരാൾ കരയുമ്പോൾ മറ്റയാൾ ഉണരും മറ്റയാൾ ഉണരും അങ്ങനെയായിരുന്നു അതുകൊണ്ട് ഇന്ന് ലേറ്റായി ഇപ്പോൾ ഒരു 5 മണിക്ക് എണീച്ചായിരുന്നല്ലോ പിന്നെ കിടന്ന് ഉറങ്ങി പിന്നെ ഇതാ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങോട്ട് 10 മണിയായി ഇപ്പോൾ ഫ്രഷായി കുളിയും നനയെല്ലാം കഴിഞ്ഞു ഹൗ ടു മാനേജ് 3 kids ബേബി കരയുന്നേ
കരയണ്ട. വാ വാ ഓ ഓ ഓ ഓ ഓ ഓ. ആ ആ വാ വാ വാ. ഡ്രൈ ആയി. ഡാഡ തേരുമ്പോ കുത്തിട്ട് ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും വണ്ടി ബേബി ബേബി കാട്ടരുത് കേട്ടോ. നമ്മളെ ബേബിയാണ്, അങ്ങനെ കാട്ടരുത് കേട്ടോ. അവ മാത്രം കൊടുക്കാം കേട്ടോ. ബേബി കാട്ടരുത് വേണ്ട വേണ്ട വേണ്ട. കാട്ടിട്ടേ കത്താൻ പറ്റുന്ന ഒളിച്ചാണേ. മാമൻ തരാം. ഹലോ, അപ്പോൾ ഇന്ന് 3rd ഡേ ആണ്. CS കഴിഞ്ഞ് 3rd ഡേ, വ്യാഴാഴ്ച. ഓക്കെ, അല്ല ഇന്ന് വ്യാഴമല്ല, വെള്ളിയല്ലേ, ഫ്രൈഡേ. ഓക്കെ, ബുധനാഴ്ച ആയിരുന്നു CS കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് 3rd ഡേ ആണ്. ഇപ്പോൾ ഏകദേശം ഒരു 11:30 ആയി ടൈം. മോർണിംഗിൽ തന്നെ ബേബിനെ അവർ വന്ന് ഒരു 5 മണി 4:30-5 മണിയൊക്കെ ആകുമ്പോൾ കുളിപ്പിക്കാൻ കൊണ്ടുപോയി നല്ല ക്ലീൻ ചെയ്ത് അവർ കൊണ്ടുവരും. പിന്നെ ഫീഡ് ചെയ്തതിന് ശേഷം അവൾ ഉറങ്ങി. പിന്നെ ഞാൻ ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നു, കുട്ടി കുറച്ച് കരച്ചിലായിരുന്നു വലിയവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറേ നേരം ഉറങ്ങി. 6 മണിക്കൊന്നും അവർ വന്നപ്പോൾ കുളിക്കാൻ ഇറങ്ങിയില്ല. പിന്നെ എനിക്ക് ഇവിടെ ഒരു 9-10 മണിയൊക്കെ അയക്കണം. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇടയിൽ അവളുടെ BCG വാക്സിനേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. ബേബിയുടെ ജിഷിൻ ഡോക്ടർ വന്നായിരുന്നു. അവരായിരുന്നു അല്ലേ എന്താണ് ഡെലിവറിൻ്റെ സമയത്തുണ്ടായിരുന്ന പീഡിയാട്രീഷ്യനെ കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ ഡോക്ടറുണ്ട് പീഡിയാട്രീഷ്യന്, നമ്മളെ ഫാമിലി ഡോക്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലേ. എല്ലാ വാക്സിനേഷൻ 1 year 2 years വരെയുള്ള 2 വാക്സിനേഷനൊക്കെ ഇവരെ എടുത്തിരുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇവളത് വരെ തന്നെ കാണിക്കുന്നത് ഒന്ന് വന്നായിരുന്നു. പിന്നെ മോക്കും കുഴപ്പമൊന്നുമില്ല, ഹിയറിംഗ് ടെസ്റ്റ് കഴിഞ്ഞു. കുറേ തൈറോയ്ഡ് കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ട്.
അതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. നാളെ ബാക്കി ടെസ്റ്റുകളൊക്കെ മോർണിംഗിലുണ്ടാവും. മറ്റ് ബയോകെമിക്കൽ ടെസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഇവിടുന്ന് എല്ലാവരും ചെയ്യും റുട്ടീനായിട്ട്. പിന്നെ പിലിറുബിൻ അങ്ങനെയെല്ലാം ഒക്കെ നാളെ ആയിരിക്കും. ഹിയറിംഗ് ടെസ്റ്റ് കഴിഞ്ഞു, ബേബിയുടെ കണ്ണിൻ്റെത് അങ്ങനത്തെ എല്ലാ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു. പിന്നെ ബേബിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ബേബിയെ ഡിസ്ചാർജ് ചെയ്യും. പിന്നെന്താ, അങ്ങനെ വാക്സിനേഷനൊക്കെ കഴിഞ്ഞ് അവൾ കിടക്കുകയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, ഹോർലിക്സൊക്കെ കുടിച്ചു. പിന്നെ മാഡം ഇപ്പോൾ വരും, ഗോപിക മാഡം. മറ്റേ ഡോക്ടർ വന്നായിരുന്നു, കൂടെയുള്ള വേറെ ഡോക്ടർ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള അവർ പറയും. ഓപ്ഷൻസ് തരും, നമ്മളത് സെലക്ട് ചെയ്യും, കഴിക്കും. ഓക്കെ, ഉച്ചയ്ക്ക് മീൽസ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, ഇതെല്ലാം ഞാൻ ഇട്ടു, കാരണം അല്ലെങ്കിൽ ഇതെല്ലാം തൂരും, അതുകൊണ്ട് പെട്ടെന്ന് ഇട്ടു. മറ്റേ അന്ന് എക്സാമിന് വേണ്ടി എല്ലാവരും ഊഹിച്ചായിരുന്നു, അപ്പോൾ ഭയങ്കര പാടായിരുന്നു. കുറേ ദിവസം കൊണ്ട് ഇട്ടത് തൂർന്നു പോകും, അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഇട്ടു. അതുകൊണ്ട് ഒന്ന് ഭയങ്കര ടൈറ്റായിരുന്നു, ദിസ് 1 സെക്കൻഡ്, ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അതെല്ലാം ഇട്ടു. എനിക്കൊണ്ട് 15 ഡേയ്സ് മാഡം വന്നു. ശരി, അപ്പോൾ ഫുഡാണ് എത്തിയത്, അല്ലാതെ മാഡം. പിന്നെന്താ, പിള്ളേരൊക്കെ ഉണ്ട് അവിടെ. ഇന്ന് കുറച്ച് ഒരുങ്ങി, കുറേ കാലമായില്ല ഇങ്ങനെ ടയർഡായി നിൽക്കുന്നു. ഉറക്കം വരുന്നു. ഈ ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് 4th ഡേ ആണ്, നാളെ 5th ഡേ. നാളെ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട്. ബേബിയുടെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു, റിപ്പോർട്ടൊക്കെ നോർമലാണ്, എൻ്റെ ഒക്കെ നോർമലാണ്. അപ്പോൾ നാളെ ഞങ്ങൾ രണ്ടുപേരും ഡിസ്ചാർജ് ചെയ്യും. പിന്നെ ഇന്ന് കുറച്ച് ലേറ്റായി, കാരണം ഇന്നലെ ഒന്നാമത് നോമ്പല്ലേ. ഹസ്ബൻഡൊക്കെ 4 മണിക്ക് ഫുഡ് കഴിച്ചാൽ പിന്നെ ഉറങ്ങുന്ന, പിന്നെ തിരക്കാരും കിട്ടുന്നില്ല വീഡിയോ എടുക്കാൻ. അതാ സംഭവം. കുട്ടികളൊക്കെ ഒരാളെയും കൊണ്ടിപ്പോൾ പുറത്തോട്ട് പോയതാണ്, ഒരാളിവിടെ തെസ്നിയുടെ കൂടെ കളിക്കുന്നുണ്ട്, ഒരാൾ ഉറങ്ങി. അപ്പോൾ ആരും കിട്ടുന്നില്ല വീഡിയോ എടുക്കുക, എല്ലാവരും ഒരുമിച്ച് കിട്ടുന്നില്ല. പിന്നെ അവരും ഭയങ്കര ടയേർഡല്ലേ, അപ്പോൾ അവരും കിട്ടുന്നില്ല. എടുക്കാമെന്ന് പറഞ്ഞു. ബേബി അത് ആ അരുവക്ക് കൊണ്ടേ കിടത്തിയ ഇവരുള്ളത് കൊണ്ട് ഇവർ ചിലപ്പോൾ തട്ടോ കയറോ സോഫയിലൊക്കെ കയറിയിട്ട് അങ്ങോട്ട് എത്തും, അല്ലെങ്കിൽ ബെഡിൻ്റെ അടുത്തൊക്കെ തട്ട് കരുതി അങ്ങോട്ട് മൂലൊക്കെ വെച്ച്. അപ്പോൾ പാലൊക്കെ കുടിച്ച് ഉറങ്ങുകയാണ്. അവളുടെ ടെസ്റ്റുകളൊക്കെ തീർന്നു. പിന്നെ ഫോൺ അടിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈവനിങ് ടൈമാണ്. ഇവിടെ ഞാൻ ബ്രെഡ് ഓംലെറ്റും ചായയാണ് ഇന്നത്തെ മെനു. കഴിച്ചു, ബേബിക്കും കൊടുത്തു, ചെറിയവർക്ക് മറ്റവർക്ക് 2 കിറ്റ്. നോമ്പ് തുറയുടെ ഫുഡാണ് ചോദിക്കണത്. ടെസ്നിക്കും ഹസ്ബൻഡിനും ഉള്ള നോമ്പ്. അപ്പോൾ അവരെ കിറ്റ് 2 എണ്ണം പറഞ്ഞു. ക്യാൻറ്റീനിൽ അവർ വിളിക്കും. വെള്ളമൊക്കെ ഉണ്ടല്ലോ അല്ലേ, ഫ്രൂട്ട്സും എല്ലാ സംഭവങ്ങളും. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാനിതിൽ ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്താ, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാൻ ഉറങ്ങുമായിരുന്നു. മാഡം വന്നായിരുന്നു, ഗോപിക മാഡം കണ്ടു. കുഴപ്പമൊന്നുമില്ല, മുറിവൊക്കെ സ്റ്റിച്ചൊക്കെ നല്ല ഹീലാവുന്നുണ്ട്.
2 വീക്സ് കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ വേണമെന്നില്ല. കാരണം ഹസ്ബൻഡൊക്കെ കൂടുതൽ സർജനല്ലേ, കൂടുതലുള്ളതുകൊണ്ട് വേണമെന്നില്ല. ഞാൻ എന്നാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പുറത്തിറങ്ങാമല്ലോ. അപ്പം അല്ലെങ്കിൽ പിന്നെ 1.5 മാസം കഴിഞ്ഞിട്ട് ബേബിയുടെ വാക്സിനേഷൻ്റെ കൂടെ സമയത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇന്ന് ഞങ്ങളത് ബ്ലൂ ആണ്, ബ്ലൂ കോംബോ. ഇന്നലെ പിന്നെ ഹസ്ബൻഡ് പുറത്ത് പോയി ഇവിടെ നെക്സ്റ്റോയിൽ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തായിരുന്നു. ഇവിടെ ഹൈലൈറ്റ് മാളിലുള്ള ലാൻഡ്മാർക്കിൽ ഹൈലൈറ്റ് മാളല്ലേ, ഹൈലൈറ്റ് മാളിലുള്ള ഷോപ്പിംഗ്. അത് കുട്ടിക്ക് കുറച്ച് ടർക്കിയും മിറ്റൻസൊക്കെ കൊണ്ടുവന്ന് തീർന്നു. ഇവിടെ 2 നേരം വെച്ചൊക്കെ അവർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, കൊണ്ടുവന്നത് തീർന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെന്താ, റിഹാനേനെ ഇനി പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവളൊന്നും കൂടി ലെവലാക്കി എടുക്കാണ്ട് അവളെ IBRൽ കയറ്റണം. അതിൻ്റെ പ്രിപ്പറേഷനിലാണിപ്പോൾ. ഓക്കെ, ബേബി ലക്ക് പിടിച്ചോ. ലക്കടിക്ക് കാട്ടി പേ ഗോഡയ്ക്ക് തും. തസി ഹായ് പറ. ഇതേ ഈ എലിഫന്റ് റൈഡിൽ തിന്നതെല്ലാം പുറത്ത് വരും. ബേബി ഹലോ, പിടിച്ചോ എന്നെ പിടിച്ചോ. ഹായ്. लकड़ी काटी पे गोड़ा के दुम पे जो मारा हथौड़ा दौड़ा दुम उठा के दौड़ा. हाथी എന്നത് ഹാത്തി, എലിഫന്റ്. ആ വേല് നോക്കുന്ന വേൽ, ഇത് ഗോഡയാണ്, അത് വേൽ ഫിഷ്. ടാറ്റ ഹായ് പറ. ഹായ്. ഇനി അത്തത്തിനടുത്ത് പോവാം. ഹായ്. അപ്പോൾ ഇന്ന് സൺഡേ മോർണിംഗ്, ഏർലി മോർണിംഗ്, 5th ഡേ ആണ് ഇന്ന് ഡിസ്ചാർജ്. ഇപ്പോൾ ഒരു അത്തായൊക്കെ കഴിച്ചു, കഴിച്ചിരിക്കുന്നത്. ബാങ്ക് കൊടുത്തില്ല, അപ്പോൾ കൊടുക്കുമായിരിക്കും. പിന്നെ കുട്ടികളൊക്കെ ഉറങ്ങുകയാണ്. ഇനി പാക്കിങ് ഇന്ന് പോവല്ല, പാക്കിങ് ചെയ്യാൻ പോവാം. ഓക്കെ, പാക്കിങ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം.
ഹലോ. അപ്പം പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേ 5 അല്ലേ? അതാ 4 5 ഞങ്ങൾ ഡിസ്ചാർജ് ആയി ഹോസ്പിറ്റൽ മാട്രിയാണ്. എന്നിട്ട് ബേബി ഞങ്ങൾ കൂടെ എല്ലാവരും കൂടെ പോയാണ്. ഓക്കെ റൈറ്റ്. ബേബി നല്ല ഹാപ്പി ആയിട്ട് പിങ്ക് ബേബി ഹോൾഡ് പ്രസ് ക്ലോസ് ബട്ടൺ താഴെ. ബേബി നല്ല ഹാപ്പി ആയിട്ട് ഉറങ്ങിയാണ്. ഓക്കെ സോ ലെറ്റ്സ് ഗോ. ഓക്കെ സെലിബ്രേഷൻസ് ബിഗിൻ. റൈറ്റ്. മാട്രി ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനാണ്. ഇന്ന് സൺഡേ ആണ്. Time to go. Baby is ready to go. Hi. Baby is ready to go. Yes. So many balloons. Celebrations begin. Wow. Ada. Yay. Shania. Orangate. Baby sleeping. Lifting. ഇന്ന് ഷനായ ബേബിയുടെ ഫസ്റ്റ് റോഡ് ട്രിപ്പ് ആയിരുന്നു. കാലിക്കറ്റ് ടു മഞ്ചേരി. ഡാഡിയുടെ കാറിലായിരുന്നു കാലിക്കറ്റ് ടു മഞ്ചേരി നമ്മൾ വന്നത്. ഓക്കെ. അപ്പൊ ഷനായ ബേബിയുടെ ഫസ്റ്റ് റോഡ് ട്രിപ്പ് ചെയ്തിട്ട് വീട്ടിലെത്തി. വീട്ടില് സ്വാഗതം ചെയ്യാൻ എൻ്റെ മക്കളെ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. എൻ്റെ മോളാന്ന്. ഇത് എൻ്റെ ഒരു ബേബി. നീ എൻ്റെ ബേബി. എന്നാ ബലൂൺ എല്ലാവരും കാണിച്ചോട്ടെ. എന്നാ ഷനായ ബേബി ചാടി അകത്ത് കയറി. എന്നാ ഡാഡി ആദ്യമേ ആരാ ഇപ്പുറത്ത്? മമ്മ ഒരാൾ കൊടുക്ക്. തുറക്ക് വാതില്. Lights on. Welcome to Shanaya's room. S for Shanaya. Wow. ഇതാണ് റിഹാന ലെനിൻ. അനായ എസ് ഷനായ. ഹലോ അനായ മാറ്റിട്ട് ഷനായ ആക്ക. ഹായ് പറ. ഹായ് പറ. ഹായ്. അങ്ങനെ ഐ ലവ് യു ഷനായ. വാവ് ഷനായ. റിഹാന ഇത് ഒരു ഗിഫ്റ്റ്. ഷനായ ബേബിയുടെ ഗിഫ്റ്റ്. അത് അവിടെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഒരു ഡ്രസ് ഉണ്ട്. ആദ്യം വെള്ളം വേണം മസ്തേ. ഇതാണ് ഷനായ. സോ ഷനായ ലെനിൻ, റിഹാന ആൻഡ് ലിയാന ലെനിൻ. വാവ്.